പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അലീന ബാലേന്ദ്രൻ്റെയൊക്കെ റൂമിലോട്ട് കയറുമ്പം അവിടെ ബാലേന്ദ്രൻ്റെയും വൈജയന്തിയുടെയും കല്യാണ ഫോട്ടോസ് ആൽബം ഉണ്ടല്ലോ, അതൊക്കെ വലിച്ച് തറയിലിട്ടേക്കുവാണ്. അലീന അതൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ. എന്നാലും കുറച്ചുകൂടെ പ്രായം കുറഞ്ഞ ബാലേന്ദ്രനെയും അതുപോലെ വൈജയന്തിയൊക്കെ അതായത് കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അതൊക്കെ അലീന എടുത്ത് വെക്കുന്നുണ്ട്. ഏതായാലും ആകെ ടെൻഷനിലാണ് വൈജയന്തി. അലീനയ്ക്ക് എന്തൊക്കെയോ അറിയാം എന്ന ഒരു പരിഭ്രാന്തി ഉള്ളിലുണ്ട്. അത് പുറത്ത് കാണിക്കുന്നൊന്നുമില്ല. ഇത് മനസ്സിലാക്കിയിട്ടായിരിക്കണം. അലീന പറയുന്നുണ്ട്, മാഡം പേടിക്കണ്ട, ഞാൻ ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചു. പിന്നെ എൻ്റെ അക്കൗണ്ടിൽ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞ് സാറ് 1,87,000 രൂപ ഇട്ട് തന്നിട്ടുണ്ട് എന്ന് പറയുമ്പം വൈജയന്തി പറയുവാണ്, അതിന് കോമ്പൻസേഷൻ എന്നല്ല പറയേണ്ടത്, വേറെ വല്ല പേരുമാണ് എന്ന്. നേരം ദേഷ്യം വരുന്നുണ്ട് അലീനയ്ക്ക്. അലീന തിരിച്ചു ചോദിക്കുന്നുണ്ട്, അതിന് എന്ത് പേരാണ് ഇടേണ്ടത്, മാഡം പറ എന്ന് പറയുമ്പോഴത്തേക്കും ആകെ പെട്ടെന്നൊന്ന് ഞെട്ടുന്നുണ്ട് വൈജയന്തി. എന്നുവെച്ചാൽ മക്കൾ രണ്ടുപേരും അപ്പുറത്ത് ഇപ്പുറത്ത് നിൽപ്പുണ്ട്, എന്തെങ്കിലുമൊക്കെ അലീന വിളിച്ച് പറയുമോ എന്നോർത്തായിരിക്കും. ഏതായാലും ഇത് കഴിഞ്ഞ് അടുക്കളയിൽ പോയി നിന്ന് അലീന ഇങ്ങനെ പറയുവാണ്, ഈ വീട്ടിൽ നിന്നും ഇങ്ങനെ ഇറങ്ങിപ്പോകണം എന്നായിരുന്നില്ല ഞാൻ വിചാരിച്ചിരുന്നത്. ഈ വീട്ടിലേക്ക് വരുമ്പം ഈ വീട്ടിൽ എല്ലാ ആട്ടും തുപ്പും കേട്ട് ഒരു വേലക്കാരിയെ പോലെ ഞാൻ നിന്നതിന് പുറകിൽ വേറെ പല കാരണങ്ങളും ഉണ്ടായിരുന്നു എന്നിങ്ങനെ അലീന പറയുവാണ്. ഇതെല്ലാം കേട്ട് ആകെ കിളി പോയിരിക്കുന്ന വൈജയന്തിയെ കാണിക്കുന്നുണ്ട്. ഇനി ഇവിടുന്ന് അലീനയെ പറഞ്ഞു വിടാൻ ബാലേന്ദ്രൻ തയ്യാറാകില്ലായിരിക്കും. എന്തായാലും ഇതൊക്കെയാണ് പ്രൊമോ വിശേഷങ്ങളായിട്ട് കാണിച്ചത്.